വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും ചേട്ടനും നിക്കുവും കൂടെ പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഇടത്തും അല്ല, മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. സാധാരണ ഞങ്ങൾ ലുലു മോളിലാണ് പോകുന്നത്. ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് MOTയിൽ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ അതുപോലെ കാറിൽ കയറിയിട്ട് തുടങ്ങി കേട്ടോ തീറ്റ. അത് ബാക്ക് സൈഡിൽ ഇരിക്കുന്നതേ അതിനാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിക്കുന് കൊണ്ടുവരുന്ന സ്നാക്സാണ്, കൂടെ ഞാനും കൂടെ കഴിക്കും, അത്ര തന്നെ. അപ്പോൾ ഞങ്ങളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടുണ്ട് കേട്ടോ MOTയിൽ. അപ്പോൾ ഞങ്ങളവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ പോയപ്പോഴത്തേനും കാർ വാഷ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ 2-3 മണിക്കൂറാവും. അപ്പോൾ അവിടെ കാർ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അകത്തോട്ട്. ലുലു മോളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒരു ട്രെയിനും സംഭവങ്ങളും ഒക്കെ ഓട്ടിക്കത്തില്ലേ, അതിൽ കയറുക എന്നുള്ളതാണ് നിക്കുവിൻ്റെ ആദ്യത്തെ വിനോദം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അതിൽ കയറണമെന്ന് പറഞ്ഞ് വാശിയായി. പിന്നെ ഞാൻ നിക്കും കൂടെ അവിടെ മൊത്തം ചുറ്റി കറങ്ങി കണ്ട്. ഇതിന് 2 കമ്പാർട്ട്മെൻറ്റ് കേട്ടോ, മേളിലും കൂടെ ഇരിക്കാൻ പറ്റും, പക്ഷെ കുഞ്ഞു പിള്ളേർ ഇരുത്തത്തില്ല, അതുകൊണ്ട് നമുക്കിരിക്കാൻ പറ്റിയില്ല. ഞാനും നിക്കും കൂടെ താഴെയായിരുന്നു, വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ MOTക്ക് ഫുള്ള് കറക്കി, ആ ഫ്ലോറ് ഫുള്ള് കറക്കി കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ, മെയിനായിട്ട് നിക്കുവിന് വേണ്ടിയിട്ട് തന്നെ വന്നത്, പ്രത്യേകിച്ച് അങ്ങനെ മേടിക്കാനോ അങ്ങനെ ഒന്നിനുമായിട്ടല്ല വന്നത്. പിന്നെ നേരെ നമ്മളവിടെ നിക്കുവിൻ്റെ ഏരിയയിലോട്ട് പോയട്ടോ. എന്തായാലും ലുലു മോളിൽ നമുക്ക് എന്താ കാർഡുണ്ട്, അവിടെ ഗെയിം പ്ലേ ഏരിയയിലുള്ള കാർഡുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് കാർഡ് എടുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ ഇനി കയറുമ്പോഴത്തേനും ഭയങ്കര ബഹളമായിരിക്കും, അതിൽ കയറണം ഇതിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് 2 കൂടെ എന്തിനാ കാർഡ് ഒക്കെ എടുത്തിടണം. നമ്മൾ മിക്കവാറും ലുലു മോളിലായിരിക്കും പോകുന്നത്, ഇവിടെ അങ്ങനെ എപ്പോഴും വരത്തില്ല. അപ്പോൾ പിന്നെ കാർഡ് എടുത്താൽ വേസ്റ്റ് അല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ നിക്കുവിനകത്ത് കയറ്റിയിട്ട് വെറുതെ കൊണ്ട് റൗണ്ടൊക്കെ കറക്കിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരുത്തി, എല്ലാത്തിലും കയറ്റി ഇരുത്തി കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്ക് സന്തോഷമായെന്നാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്, പക്ഷെ അതല്ല സംഭവം. ആൾക്ക് കറക്റ്റായിട്ട് അറിയാം ലുലു മോളിൽ പോകുമ്പോൾ അത് പ്ലേ ആവുന്നതും കാർഡ് യൂസ് ചെയ്യുമ്പോൾ പ്ലേ ആവുന്നതും ഒക്കെ ആൾക്ക് കറക്റ്റായിട്ട് അറിയാം. ലുലുലു പോവാം എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ചെറുതിൽ ഇവർക്കൊക്കെ ഇത്രയും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇതൊക്കെ എന്നാണ്. അവർ നമുക്ക് വേണമെങ്കിൽ പഠിപ്പിച്ച് തരും ഓരോന്നും. അതേ വണ്ടിയിലും അവിടെ ഇവിടെയൊക്കെ കയറ്റി ഇരുത്തിട്ടും ആൾക്ക് ഒരു സ്വസ്ഥതയില്ല, ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അനങ്ങില്ലല്ലോ, ചുമ്മാ തന്നേം തള്ളയും കൂടെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ആദ്യം ഒരു സന്തോഷം ഉണ്ടായിരുന്നു എല്ലാ വണ്ടിയൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ മൂവ് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് എന്നെ പറ്റിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് ആൾക്ക് മനസ്സിലായി. പിന്നെ ഓരോ വണ്ടികളായിട്ട് പുതുതായിട്ട് കാണുന്നില്ല, MOTയിൽ ഇതിനകത്ത് കയറുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലുലുവിനെക്കാട്ടിലും പുതിയ വണ്ടികളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കുണ്ട്. എല്ലാത്തിലും ഒക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാത്തിലും നിരത്തി അങ്ങ് കയറി കേട്ടോ. ചേട്ടൻ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോയിരുന്നു, കാരണം എല്ലാത്തിലും നിരങ്ങി പതുക്കെ വരട്ടെന്ന് കരുതി കാണും. അങ്ങനെ ഞാനും കൂടെ നിക്കുവിനെ എല്ലായിടത്തും കയറ്റി ഇറക്കി എല്ലാം ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഒരു സോഫ്റ്റ് ടോയ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ, അവിടെ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും ഒരു സെപ്പറേറ്റ് ടോക്കണാണ് എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കയറ്റണമെന്ന് ഞാൻ നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ട് വരികയായിരുന്നു കേട്ടോ. പക്ഷേ അവർ ഈ ഒരു കാർഡാക്കി, എല്ലായിടും എന്താ ഇങ്ങനെ കാർഡാക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നവർക്കും കൂടെ ഒരു അവസരം കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ 2 ലുലുവിലും ഇവിടെയും കാർഡ് വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ എടുക്കാത്തതും. പിന്നെ എനിക്കും എല്ലായിടത്തും ലാസ്റ്റ് വരേക്കും എല്ലായിടത്തും കയറി ഇറങ്ങി നിരങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. വരാൻ താല്പര്യമില്ല, ആ ഏരിയ നമുക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ല, ഒട്ടും തൃപ്തിയായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടുവന്നു. നമ്മൾ നേരെ പോകുന്നത് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലാണ് കേട്ടോ. പിന്നെ ഇവിടെ സ്നോമാനിയ നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നിക്കുവിന് സ്പ്രെഡൊക്കെ മേടിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് മെയിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവരെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. പാം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നല്ല പ്യുവറായിട്ടുള്ള കൊക്കോ കൊണ്ട് യൂസ് ചെയ്യണ ചോക്ലേറ്റും ആൽമണ്ട്സ് ചോക്ലേറ്റുകൾ മുക്കിയതും മറ്റേ സ്പ്രെഡും നിക്കുവിന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് അവർക്ക് മേടിച്ചു കേട്ടോ. അവിടെ നിന്ന് 800 സംതിങ് ആയ കേട്ടോ ആ ചോക്ലേറ്റിന് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് വന്നു. നമ്മുടെ മെയിൻ സ്പോട്ടാണ് കേട്ടോ. നമ്മൾ MOTയിൽ വന്ന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാം റാപ്പ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ, തുറന്ന് വെച്ചിട്ടുള്ളതല്ല. അങ്ങനെ നിക്കുവിന് അപ്പം തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത്. ഇത്രയും സാധനമാണ് കേട്ടോ, 800 സംതിങ്. അത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേരാത്തത് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. കുഞ്ഞു പിള്ളേർക്കും കൊടുക്കാം എന്ന്, അങ്ങനെയാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ, ഇത്രയും റേറ്റിന് ചോക്ലേറ്റ്. പിന്നെ നിക്കു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയാണ് കേട്ടോ. ഞങ്ങൾ ഒരു ബിരിയാണി ചില്ലി ചിക്കൻ എഗ്ഗ് അങ്ങനെ സംഭവം വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചതിൻ്റെ കാരണം ഞങ്ങൾ എപ്പോൾ നല്ല 2 എണ്ണമാണ് മേടിക്കുന്നത്. ഞങ്ങൾക്കത് കഴിക്കത്തില്ല, ഞങ്ങളത് പകുതി മാത്രമേ കഴിക്കുകയുള്ളൂ. ഞാനും ചേട്ടനും
കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നതാണ് കേട്ടോ ഇത്രയും. നിക്കും കൂടെ കഴിച്ചിട്ട് നിൽക്കും പിന്നെ അറിയാമല്ലോ 1-2 വയ്ക്കും അത്ര തന്നെ. എന്നിട്ടും അത്രയും ബാക്കി വന്നേ കേട്ടോ. പിന്നെ ഞങ്ങളിത് കയറണ്ടെന്ന് മാക്സിമം വിചാരിക്കും. പക്ഷേ ഞാനായാലും ചേട്ടനായാലും അറിയാതെ കയറിപ്പോകും കേട്ടോ. മറ്റേ കിഡ് സ്റ്റോറിൽ നിക്കുവിൻ്റെ ഡ്രസ്സിൻ്റെ ഏരിയയിലോട്ട് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി അകത്തോട്ട് കയറിപ്പോവും. എൻ്റെ കയറിയപ്പോൾ ഞാൻ ചേട്ടത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി, അത് വെറുതെ വേണ്ട, അവർക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട്, കുറച്ചായിട്ട് നമ്മൾ പോയി മേടിച്ചതൊക്കെ ഉള്ളൂ, വേണ്ടെന്ന് വിചാരിക്കും. എന്നിട്ടും എടുത്തു കേട്ടോ 2-3 ഡ്രസ്സ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എടുക്കും, പക്ഷേ കയറുകയും ചെയ്യും. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല, നിക്കുവിന് വേണ്ടിയിട്ടാകുമ്പോഴത്തേനും നമ്മൾ മേടിക്കും അറിയാണ്ട്. നിക്കു അവിടെ കിടന്ന് ബഹളമാണ് കേട്ടോ. മൊത്തം ഇത് ഭയങ്കര ഷോപ്പിംഗ് ക്രൈസായിട്ട് നടക്കണം, എല്ലാം നോക്കി പറക്കി. അങ്ങനെ എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് അങ്ങനെ ഇല്ല കേട്ടോ, ടീഷർട്ടുണ്ട്, അല്ലാണ്ട് അവൾക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഇതുവരെയ്ക്കും ഇല്ല. അപ്പം ഒരു ബ്ലാക്ക് കണ്ടപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെട്ടു, ചേട്ടനെ എടുത്ത് നോക്കി. നിക്കു വെച്ചൊക്കെ നോക്കണം വലിയ ഓളം ഇട്ടോ എങ്ങനെയുണ്ട്, ഭംഗി കൊള്ളാമോ എന്നൊക്കെ. അങ്ങനെ പിന്നെ അത് ബ്ലാക്ക് വീണ്ടും എടുത്ത് നോക്കുകയാണ് നമ്മൾ. ആ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് എടുത്തു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ആളൊന്ന് ഇടഞ്ഞു കേട്ടോ. അവിടെ പോയി എന്തൊക്കെ തട്ടി വാരിയിട്ടതുകൊണ്ട് ചേട്ടൻ ജസ്റ്റ് ഒന്ന് വഴക്ക് കുറഞ്ഞതുകൊണ്ട് ആൾ ഭയങ്കര ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് വരികയാണ്. എന്നിട്ടും അവിടെ കിടന്ന് അലമ്പ് കാണും. അവസാനം ഒരു വിധത്തിലും മയക്കിയെടുത്ത് വേണ്ട പിണങ്ങി കൊണ്ടുവരുന്നത്, ഭയങ്കര പിണക്കം. പിന്നെ ആൾക്കെല്ലാം ഇങ്ങനെ തൊട്ടും പിടിച്ചും ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ, അതാണ് അവളുടെ ഇഷ്ടം. പിന്നെ ഒരുപാടൊക്കെ നമ്മൾ വലിച്ചു വാരി എടുത്തില്ല, പെട്ടെന്ന് ഇറങ്ങി കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നിന്ന് എടുക്കും ഞാനും ചേട്ടനും കൂടെ, അതുകൊണ്ട് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ സ്നോമാനിയ. പിന്നെ ഈ അസുഖമൊക്കെ പിടിച്ച് കിടക്കുന്ന ഈ സമയത്ത് നമ്മൾ അതിലോട്ട് കയറാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ വീണ്ടും ട്രെയിൻ വന്ന് മറ്റേ അവിടെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നില്ലേ, വീണ്ടും ഒക്കെ അതിൽ കയറണം. മറ്റത് ആദ്യം കയറിയത് വേറെ, ഇത് വേറെ, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അത് അത്ര പോരാ, പക്ഷേ ഇത് കൊള്ളായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലവും തലകറക്കവും ഒക്കെയാണ് കേട്ടോ. എനിക്കങ്ങനെയാണ് ഒരിത്തിരി യാത്ര ചെയ്താൽ അങ്ങനെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കയറാനും പോയാൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടൻ കയറുന്നില്ല, ഞാൻ തന്നെ കയറണം. അങ്ങനെ ഞാൻ വീണ്ടും ചുറ്റി കറക്കി തന്നെ ഒരു പരുവായി എൻ്റെ അവസ്ഥ. അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ആളിത് പോകണുണ്ടോ വലിയ ആളായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നെയിൽ പോളിഷും കൂടെ എടുത്ത് കേട്ടോ. കയ്യിലിരിപ്പുണ്ട്, അപ്പുറത്തെ കയ്യിൽ നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ. എവിടെ പോയാലും ഒരു നെയിൽ പോളിഷ് അത് നമുക്ക് നിർബന്ധമാണ്. അതും പല വെറൈറ്റി കളേഴ്സൊക്കെ നോക്കി ആൾ എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ചേട്ടനെ കണ്ട് അവൾക്കൊരു പ്രത്യേകത ഉള്ളത് നടക്കത്തില്ല. അവൾ കുറച്ച് ദൂരം നടക്കും, പിന്നെ അങ്ങ് എടുക്കും, നമുക്ക് അച്ഛ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ രാമചന്ദ്രയിലോട്ട് കയറി കേട്ടോ. ഒരാവശ്യമില്ല, വെറുതെ കയറിയത്. എന്നാലും വന്ന സ്ഥിതിക്ക് വെറുതെ എന്തിന് ഇതും കഴിഞ്ഞിട്ട് ഓടിപ്പോണേന്ന് കരുതിയിട്ട് കയറി ഞാൻ വെറുതെ 5-6 വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ബാക്ക് ചെയ്യുന്ന നടന്നു ചേട്ടൻ്റെയും നിക്കുവിൻ്റെയും. അങ്ങനെ അവിടെ നിന്നും കുറേ പിണക്കം ഉണ്ടായി കേട്ടോ നിക്കുവിന്, എവിടെ പോയാലും പിണക്കം തന്നെ. പിന്നെ ഞാൻ കുറേ ചെരുപ്പൊക്കെ നോക്കി, വെറുതെ നോക്കി കേട്ടോ, എടുക്കുന്നില്ല. കാരണം ചെരുപ്പൊക്കെ ഇപ്പോൾ അവർക്ക് ഒരുപാട് വാങ്ങിച്ചാൽ ഭയങ്കര നഷ്ടമാണ്. കാരണം പെട്ടെന്ന് അവളെ കാല് വലുതാവുന്നുണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ എടുത്ത് ഞാൻ കളയാണ് കേട്ടോ ചെയ്യണത്. ഒരു സങ്കടം വരും ചിലപ്പോൾ, നല്ല ഭംഗിയുള്ള ചെരുപ്പൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വരുന്നു. കാരണം അവൾക്കത് കൊള്ളത്തില്ല, ഇടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തീരുമാനിച്ചു ചെരുപ്പ് വളരെ കുറച്ചേ വാങ്ങുന്നുള്ളൂ എന്ന്. പക്ഷെ എന്നാലും വാങ്ങണ്ടേ, എനിക്കിതുപോലത്തെ ഒരെണ്ണം അവൾക്ക് വാങ്ങണമെന്നുണ്ട് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങണമെന്നുണ്ട്. അത് ഇപ്പോൾ എടുത്തത് ചെറുതാണ്. പിന്നെ എന്തെങ്കിലും ക്യൂട്ട് സാധനങ്ങൾ, ഹെയർ ആക്സസറീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. കുറേ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെയാണ് എനിക്ക് മറ്റേ നാഗവല്ലി കയറുന്ന പോലത്തെ സ്ഥലം എത്തി, ക്രോക്കറി ഐറ്റംസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്രോക്കറി ഐറ്റംസ് കണ്ടാൽ. ഞാൻ നാഗവല്ലിയായിട്ട് മാറും, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരു വീടൊക്കെ നമ്മുടെ സ്വപ്നമായിട്ടുള്ള ഒരു വീടൊക്കെ സെറ്റാക്കിയിട്ട് വേണം എനിക്കിതെല്ലാം മേടിക്കാനായിട്ടോ. ഇപ്പോഴും മേടിക്കുന്നുണ്ട്, കുറേശ്ശൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. എന്നാലും വീടാകുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ വാങ്ങാനൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ കുറേ മാറ്റൊക്കെ നോക്കി, കുറേ ഗ്ലാസും കപ്പും ഒക്കെ നോക്കി, വെറുതെ നോക്കിയതേ ഉള്ളൂ കേട്ടോ. ഈ കപ്പ് മേടിച്ചു കേട്ടോ, ഒരെണ്ണം മേടിച്ചു. എല്ലാം നോക്കി ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഗ്രോസറീസിൻ്റെ അടുത്തൊക്കെ പോയെങ്കിലും ഒന്നും മേടിച്ചില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനില്ല. ഹോർലിക്സ് ഒക്കെ മേടിച്ചു. ഞങ്ങൾ നേരെ തിരിച്ചു പോകണം കേട്ടോ. അപ്പം നമ്മൾ എൻ്റർ ചെയ്ത തുടക്കത്തിൽ തന്നെ നമ്മുടെ സ്നോമാനിയെയും പിടിച്ചുകൊണ്ട് ഒരു ഗൊറില്ല, ഒരു ചിമ്പാൻസിയോ എന്തോ സംഭവം നിൽപ്പുണ്ട് കേട്ടോ. അത് കാണണമെന്ന് കുറേ നേരം കൊണ്ട് പറയണം. ആൾക്ക് പേടിയാണ്, പക്ഷെ അത് കാണണം. ആ ആളാണ് അവിടെ കണ്ടോ ദൂരെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഭയങ്കര പേടിയാണ്, എന്നാലും പോവാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് തൊട്ടൊക്കെ നോക്കിപ്പിച്ച് പേടിയൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ ഈ സ്നോമാനെയും ബന്ധപ്പെട്ടാണ് അവിടെ എവിടെയായിട്ട് ഓരോ മൃഗങ്ങളെയും വെച്ച് ഈ സ്നോമാനയുടെ ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ, പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിനെ കണ്ട് ആർക്കായാലും പേടി വന്നിട്ടില്ല, എനിക്ക് തന്നെ പേടിയായിപ്പോയി. അങ്ങനെ നിക്കുത് തൊട്ടും പിടിച്ചുമൊക്കെ നോക്കി. ആൾക്ക് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നോട്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ, പേടിക്കൊന്നും വേണ്ട. തൊട്ടൊക്കെ നോക്കി
ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റ് മിനുക്ക് പണിയിലാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാർ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡീപ്പ് ക്ലീനിങ്ങിനാണ് കൊടുത്തത് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അതുവഴി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ആൾ ഒന്ന് കുറച്ച് ഉറക്കത്തിൻ്റെ മൂഡായ കേട്ടോ. എന്തൊക്കെയോ കലപില കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.